ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസ്, സ്പെസിഫിക് കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി, ഇക്വലൻ കണ്ടക്ടിവിറ്റി, അതുപോലുള്ള കോറിലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മളവിടെ കണ്ടക്ടിവിറ്റി സ്പെസിഫൈ ചെയ്തപ്പോൾ അവിടെ ഒരു കണ്ടക്ടിവിറ്റി സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇക്വേഷനകത്ത് കെ ഈസ് ഈക്വൽ ടു നമ്മളൊരു ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് കെ ഈസ് ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു എൽ ബൈ എ. ദിസ് എൽ ബൈ എ ഇസ് കോൾഡ് സെൽ കോൺസ്റ്റന്റ്. അപ്പോൾ ആ സെൽ കോൺസ്റ്റന്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയണേണ്. നമുക്ക് എക്സാമുമായി ബന്ധപ്പെട്ടൊന്നും സാധ്യത കുറവായിരിക്കും. അപ്പോൾ സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു സെല്ല് നമ്മുടെ ഒരു സബ്സ്റ്റൻസിൻ്റെ കണ്ടക്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്സിനകത്തൊരു ഘടകമാണ് ഒരു കണ്ടക്ടിവിറ്റി സെല്ല് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടക്ടിവിറ്റി സെല്ല് എന്ന് പറഞ്ഞാൽ നോക്കുമ്പോഴേക്ക് ഒരു ടെസ്റ്റ് ട്യൂബ് പോലത്തെ ഒരു സാധനമായിരിക്കും. അതിൻ്റെ അടിയിൽ പ്ലാറ്റിനത്തിൻ്റെ വയറുണ്ടാകും, പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ടാകും. ഇതാണ് രണ്ട് കറുത്ത് കിടക്കുന്നതാണ് പ്ലാറ്റിനം ഇലക്ട്രോഡ്. ഒരു 1 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ളതായിരിക്കും. ഇതിപ്പോൾ തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനകത്ത് ഈ രണ്ട് കറുത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ സ്ക്വയറിനകത്തുള്ളതായിരിക്കും. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ. ഈ ഒരു ഗ്യാപ്പിനകത്ത് വരുന്ന സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിനാണ് സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എൽ ബൈ എ. എൽ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസും എ എന്ന് പറഞ്ഞാൽ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയും. അപ്പൊ എൽ ബൈ എന്ന് പറഞ്ഞാൽ ഓരോ സെല്ലിന്റെ എൽ ബൈ എ ഫിക്സ് ആണ്. ഇങ്ങനെ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സെല്ലിന്റെ എൽ ബൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ചേഞ്ച് എന്താ പിന്നെ അതിന്റെ കണ്ടക്ടൻസ് മാത്രമേ ചേഞ്ച് വരുള്ളൂ. അപ്പൊ സ്പെസിഫിക് കണ്ടക്ടൻസ് കെ ഈസ് ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു എൽ ബൈ എ. അപ്പൊ നമുക്ക് സൊല്യൂഷന്റെ നമുക്കൊരു കണ്ടക്ടിവിറ്റി സെല്ലിന്റെ എൽ ബൈ എ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കണ്ടക്ടൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കണ്ടക്ടിവിറ്റി അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എൽ ബൈ എ എന്ന് പറഞ്ഞത് ഒരു സെല്ലിന്റെ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ അത് കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ കിട്ടും? നമുക്കൊരു നോൺ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ എടുത്തിട്ട് അതിന്റെ കണ്ടക്ടൻസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിന് സാധാരണ പൊട്ടാസ്യം ക്ലോറൈഡ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് അതിന്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്ത ശേഷം അതിൽ നിന്ന് നമ്മൾ എൽ ബൈ എ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ എൽ ബൈ എ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇലക്ട്രോഡിന്റെ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ എൽ ബൈ എ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ സെല്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതൊരു സൊല്യൂഷന്റെ വേണമെങ്കിലും കണ്ടക്ടൻസ് മെഷർ ചെയ്യാൻ പറ്റും. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം പ്രോബ്ലം നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല. നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇൻ കേസ് നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സോൾവ്ഡ് പ്രോബ്ലം ആയതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് എന്നുള്ളത് ഒരു കോമൺ ആയിട്ട് വരുന്നൊരു ഏരിയയാണ്. ചില സമയങ്ങളിൽ എസ് എ ടൈപ്പ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി വിത്ത് ഡൈല്യൂഷൻ. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു, കണ്ടക്ടിവിറ്റി കൂടുകയോ കുറയോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി വിത്ത് ഡൈല്യൂഷൻ. അപ്പൊ ജനറലി പറയുന്നത് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കണ്ടക്ടൻസ് ആണ്. ഇറ്റ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഡിക്രീസസ് വിത്ത് ഡൈല്യൂഷൻ. ഡൈല്യൂഷൻ കൂടുന്നതനുസരിച്ച് സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. എന്താണ് ഡൈല്യൂഷൻ? നമ്മളൊരു ഗ്ലാസ്സിനകത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഡിസോൾവ് ചെയ്യുന്നു. അതിനകത്തേക്ക് നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കുന്നു, ഒരു 1/2 ഗ്ലാസ് വെള്ളമാക്കുന്നു. അപ്പൊ ആദ്യത്തേന്ന് നമ്മുടെ അതിന്റെ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂടി. വീണ്ടും നമ്മൾ 3/4 ഗ്ലാസ് വെള്ളമാക്കുന്നു. ദെൻ വീണ്ടും ഒരു ഗ്ലാസ് നിറച്ചാക്കുന്നു. അപ്പൊ ഓരോ ടൈമിൽ എന്താ നമ്മൾ സോൾവെന്റ് ആയിട്ടുള്ള വാട്ടറിന്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നു. വാട്ടറിന്റെ ക്വാണ്ടിറ്റി കൂട്ടുമ്പോൾ എന്താ ടോട്ടൽ വോളിയം കൂടുന്നു. അതാണ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ കുറയുന്നു. എങ്ങനെ കോൺസെൻട്രേഷൻ കുറയുന്നതെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാര ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പൊ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 100 പഞ്ചസാര തരി ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. ആ 100 പഞ്ചസാര തരിനെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ലയിപ്പിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു 100 ml ആയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ 100 പഞ്ചസാര തരി നിങ്ങളുടെ കയ്യിലുണ്ട്. 100 പഞ്ചസാര തരി, ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 100 പഞ്ചസാര തരിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഇത് ഡിസോൾവ് ചെയ്യുന്നു. അപ്പൊ ഗ്ലാസ് വെള്ളത്തിനകത്തുള്ള വോളിയം എന്ന് പറഞ്ഞാൽ 100 ml വെള്ളം ഗ്ലാസ്സിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ 100 ml നിങ്ങൾ 100 തരി, ദാറ്റ് ഈസ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഡിസോൾവ് ചെയ്യുന്നു.
ഇനി ഇത്രയും ക്വാണ്ടിറ്റിനെ ഏത് 100 ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ദാറ്റ് ഈസ് 100 എണ്ണ പഞ്ചസാര തരിയുടെ എണ്ണ, ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറഞ്ഞാൽ ഇവിടെ കോറിലേഷൻ ഒന്നുമില്ല. ഒരു ടേബിൾ പഞ്ചസാര നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുക്കുക, ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക, എന്നിട്ട് ആ ബക്കറ്റ് വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു. അപ്പൊ ബക്കറ്റിനകത്ത് നമുക്ക് റഫില് ഏകദേശം ഒരു 10 ലിറ്റർ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. 10 ലിറ്റർ. ഇവിടെ എത്ര ഗ്ലാസിനകത്ത് എത്ര 100 ml ആണ് കേട്ടോ, 100 ml വെള്ളമുണ്ട്. അതേസമയം ബക്കറ്റിനകത്ത് 10 ലിറ്റർ ഉണ്ട്. 10 ലിറ്റർ എന്ന് പറയുമ്പോൾ 10 × 3 അത്രയും ml എന്തുണ്ട്, വെള്ളമുണ്ട്. നമ്മൾ എന്താ ചെയ്തത്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ദാറ്റ് ഈസ് ഈക്വൽ ടു വെറുതെ ഒരു അപ്രോക്സിമേറ്റ് കണക്ക് 100 പഞ്ചസാര തരികളുണ്ട്. ആദ്യം ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ലയിപ്പിച്ചു, പിന്നെ ഒരു ബക്കറ്റ് വെള്ളത്തിനകത്ത് ലയിപ്പിച്ചു. ഇനി ഈ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് നിന്ന് നമ്മൾ 1 ml വെള്ളം എടുക്കുക, ഒന്ന് കുടിച്ചു നോക്കുക. ഈ ബക്കറ്റിൽ നിന്ന് നമ്മൾ 1 ml എടുക്കുക, കുടിച്ചു നോക്കുക. അപ്പൊ ഏതിനകത്തായിരിക്കും പഞ്ചസാരയുടെ മധുരം നമുക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത്? ഒരു ഗ്ലാസിനകത്തുള്ള 1 ml വെള്ളത്തിനകത്താണോ, ഒരു ബക്കറ്റിനകത്തല്ല 1 ml വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് കൂടുതൽ രുചി അനുഭവപ്പെടുന്നത്? നാച്ചുറലി ഒരു ഗ്ലാസിനകത്തായിരിക്കും. എന്തുകൊണ്ടാ? ഗ്ലാസിനകത്ത് നമ്മൾ എടുത്ത വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 100 ml 100 പഞ്ചസാര തരികളുണ്ട്. അപ്പൊ പെർ ml എത്ര പഞ്ചസാര തരികൾ ഉണ്ടാവും? 100 ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് 1 ഒരു പഞ്ചസാര തരിയുണ്ട് പെർ ml എന്ന് പറയുന്നത്. അതേസമയം ഇവിടെയാണെങ്കിൽ ഒരു ബക്കറ്റിനകത്താണെങ്കിൽ ആ ബക്കറ്റിനകത്ത് 100 പഞ്ചസാര തരികളുണ്ട്. പക്ഷെ അവിടെയുള്ള വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി എത്രയാ? 10,000 ആണ്, ml ആണ്. അപ്പൊ പെർ ml എത്ര ഉണ്ടാകും? പെർ ml എന്ന് പറഞ്ഞാൽ =0.01 തരി പഞ്ചസാര ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു ml ഗ്ലാസിനകത്താണെങ്കിൽ ഒരു പഞ്ചസാര തരി ഉണ്ടാവും, മറ്റേനകത്ത് അങ്ങനെ 0.01 തരി പഞ്ചസാര ഉണ്ടല്ലോ. അപ്പൊ വെള്ളത്തിന്റെ മധുരം കുറയും. അപ്പൊ എന്ത് സംഭവിച്ചു? ഗ്ലാസിൽ നിന്ന് ബക്കറ്റിനകത്തേക്ക് വന്നപ്പോഴേക്കും ഡൈല്യൂഷൻ കൂടി, അല്ലെങ്കിൽ എന്താ പറയണ, കോൺസെൻട്രേഷൻ കുറഞ്ഞു. ഇവിടെ ഒരു തരി പഞ്ചസാര 1 ml ഉണ്ടായിരുന്നു, ഇവിടെ ആണെങ്കിൽ 0.01 തരി പഞ്ചസാരയെ 1 ml അപ്പൊ കോൺസെൻട്രേഷൻ കുറഞ്ഞു. അതിന്റെ അർത്ഥം ഡൈല്യൂഷൻ കൂടി. അപ്പൊ എന്തുകൊണ്ടാണ് കോൺസെൻട്രേഷൻ കുറഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ ഡൈല്യൂഷൻ കൂടിയപ്പോ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായ? കണ്ടക്ടിവിറ്റി എന്താ നമ്മൾ പറയുന്നത്? കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ എന്താ നമ്മൾ പറയുന്നത്? പഴയ ഡെഫിനേഷനത്തേക്ക് ഒന്ന് പോകാം, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനേഷനകത്ത് നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? കണ്ടക്ടിവിറ്റി ഈസ് ദി കണ്ടക്ടൻസ് ഓഫ് വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടെയ്ൻ, അത് ഇക്വലന്റ് കണ്ടക്ടൻസ് ആണ്. ദിസ് ദി ഡിഫൈൻഡ് ആസ് ദി കണ്ടക്ടൻസ് ഓഫ് കോളം ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഡയമെൻഷനകത്ത് ഉള്ള കണ്ടക്ടിവിറ്റി ആണ് നമ്മൾ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ പെർ എന്നുള്ളൊരു കണക്കിലാണ്, അതാണ് യൂണിറ്റ് വോളിയം എന്നുള്ള പറയുന്നത്. അപ്പൊ നമ്മുടെ യൂണിറ്റ് വോളിയം എടുക്കുമ്പോഴേക്കും ഡൈലൂഷൻ കൂടുമ്പോൾ അതിനകത്തുള്ള അയോൺസിന്റെ എണ്ണം ഇവിടെ 0.01 ഗ്രാമിൽ നിന്ന് അല്ലെങ്കിൽ 0.01 ക്വാണ്ടിറ്റിയിൽ നിന്നുള്ള അയോൺസേ ഉണ്ടാവുള്ളൂ. ഇവിടെയാണെങ്കിൽ 1 ഗ്രാമിൽ നിന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് അയോൺസ് ഇവിടെ കുറയുന്നു, ഡൈലൂഷൻ കൂടുമ്പോൾ കുറയുന്നു. അപ്പൊ നമ്പർ ഓഫ് അയോൺസ് കുറയുമ്പോഴേക്കും അതിന്റെ ഇലക്ട്രോലൈറ്റ്സിന്റെ കണ്ടക്ടിവിറ്റിയും കുറയുന്നു. അതാണ് വേരിയേഷൻ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈലൂഷൻ. ഇനി നമ്മൾ കണ്ടക്ടിവിറ്റിന് അതിനകത്ത് എടുക്കുന്ന സബ്സ്റ്റൻസ്, കണ്ടക്ടിവിറ്റി ആയിട്ട് എടുക്കുന്ന ഇലക്ട്രോലൈറ്റ്, നമ്മൾ കണ്ടക്ടിവിറ്റി മെഷർമെന്റിനകത്ത് എടുക്കുന്ന ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ടൈം അനുസരിച്ച് നമ്മൾ 2 ടൈപ്പ് കണ്ടക്ടിവിറ്റി പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഇക്വലന്റ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ ഇക്വലന്റ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് 1 ഗ്രാം ഇക്വലന്റ് ആയിട്ടുള്ള 1 ഇക്വലന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസും, മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 1 മോൾ ഇക്വലന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസും ആണ്. അപ്പൊ ഇക്വലന്റ് കണ്ടക്ടിവിറ്റിയും അതേസമയം മോളാർ കണ്ടക്ടിവിറ്റിയും എങ്ങനെ ഡൈലൂഷൻ എഫക്ട് ചെയ്യുന്നു? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? കണ്ടക്ടിവിറ്റി കുറയും, ഡൈലൂഷൻ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നു. അപ്പൊ നോർമലി നമ്മൾ എവിടെയാണ് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഓൺ ഡൈലൂഷൻ ഇൻക്രീസസ് സ്പെസിഫിക് ഓർ മോളാർ കണ്ടക്ടിവിറ്റി ഡിക്രീസസ്. പക്ഷെ നേരെ റിവേഴ്സ് ആണ് നടക്കുന്നത്. ദാറ്റ് ഈസ് മോളാർ കണ്ടക്ടിവിറ്റി. അതല്ലെങ്കിൽ ഇവിടെ മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ പറയുന്നത് അതേ എഫക്ട് തന്നെയാണ് ഇക്വലന്റ് കണ്ടക്ടിവിറ്റിക്കും. ഓഫ് ആൻ ഇലക്ട്രോഡ് സൊല്യൂഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡൈലൂഷൻ. ഡൈലൂഷൻ കൂടുമ്പോഴേക്കും മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഇക്വലന്റ് കണ്ടക്ടിവിറ്റി കൂടുന്നു. നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി ഇക്വലന്റ് കണ്ടക്ടിവിറ്റിക്ക് ഒരു ഇക്വേഷൻ പഠിച്ചത് എന്തായിരുന്നു? മോളാർ കണ്ടക്ടിവിറ്റി λm, ഇക്വലന്റ് കണ്ടക്ടിവിറ്റി ആണെങ്കിൽ λ(eq) ഈക്വൽ ടു k × v. k എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കണ്ടക്ടൻസ് ആണ്, v എന്ന് പറഞ്ഞാൽ വോളിയം ആണ്.
അപ്പൊ നമുക്ക് ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് തന്നെ എടുക്കാം. നമ്മൾ ഡൈലൂഷൻ കൂട്ടുമ്പോഴേക്കും വോളിയം കൂടുന്നു. ഡൈലൂഷൻ പറഞ്ഞു ഇവിടെ ഒരു ഗ്ലാസ് എം എല്ലിനകത്ത് 100 ml വെള്ളമുണ്ട്. പക്ഷെ ഒരു ബക്കറ്റ് വെള്ളമാകുമ്പോൾ ഡൈലൂഷൻ കൂടി എത്രയാ 1000 ml. അപ്പൊ വോളിയം കൂടി. അപ്പൊ ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം ബി എന്ന് പറഞ്ഞാൽ ഹയർ ക്വാണ്ടിറ്റി ആണ്. കെ ചെറുതായിട്ടേ കുറയുന്നുള്ളൂ, പക്ഷെ ബി ഹയർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ലാംഡ എം എന്ത് ചെയ്യുന്നു, നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അതല്ല നമ്മള് ഈ ഇക്വേഷൻ മൊളാരിറ്റിയുടെ ഇക്വേഷൻ അല്ലെ നോർമാലിറ്റിയുടെ ഇക്വേഷൻ W/m × 1000/v എന്നുള്ളൊരു ഇക്വേഷൻ ആണ്. അപ്പൊ ഇവിടെ വോളിയം കൂടുമ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു, എം എന്ന് പറയുന്നത് വോളിയം ഇവിടെ ഡിനോമിനേറ്ററിലാണ്. അപ്പൊ എം എന്നുള്ള സാധനം കുറയുന്നു. നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയുണ്ട്, ഏതാണ് K × V = K × 1000/m. അപ്പൊ എം ഡിക്രീസ് ചെയ്യുന്നു, എം കുറയുന്നതനുസരിച്ച് എം ഡിനോമിനേറ്റർ എം കുറയുമ്പോൾ അനുസരിച്ച് ലാംഡ എം കൂടുന്നു. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാം. ഇനി ഇത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. അതുപോലെ ഓരോ ഇലക്ട്രോലൈറ്റിന്റെ നേച്ചർ അനുസരിച്ചും അത് ഡീവിയേഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഈ ഗ്രാഫിനകത്തൊക്കെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ടൈം ആണ്. ഇങ്ങോട്ട് പോകുമ്പോൾ ഈ സൈഡിൽ ലോ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാക്സിമം ഡൈലൂഷൻ, ഹൈ ഡൈലൂഷൻ വരും ലെഫ്റ്റ് സൈഡില്. റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഹൈ കോൺസെൻട്രേഷൻ, ലോ ഡൈലൂഷൻ കുറവാണ്. ഇനി വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ആണ്. ഇക്വലന്റ് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി. രണ്ടും ഏത് വേണമെങ്കിലും ഇവിടെ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. നമ്മളിപ്പോൾ ആദ്യം പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി വെച്ചിട്ടാണ് പറയുന്നത്, പിന്നീട് അടുത്തതിനകത്ത് നമ്മൾ ഇക്വലന്റ് കണ്ടക്ടിവിറ്റി വെച്ചിട്ട് പറയും. ഇവിടെ നോക്കിയാൽ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഇലക്ട്രോലൈറ്റ്, ഒന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും രണ്ടാമത്തെ വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറും, പ്ലസ് ആയിട്ട് Cl- ആയിട്ട് മാറും. അതേസമയം വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ് ആണ്, എന്താണ് ഇന്നലെ പറഞ്ഞു, കംപ്ലീറ്റ് ഒരു പാർഷ്യലി ആണ്, കുറച്ച് കണ്ടന്റ് ഡിസോൾവ് ചെയ്യാണ്ട് കുറച്ച് കണ്ടന്റ് ഡിസോൾവ് ചെയ്ത് കിടക്കും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന അയോൺസിന്റെ ക്വാണ്ടിറ്റി കുറവാണ്. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആകുമ്പോൾ കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യുന്ന കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 100 സോഡിയം ക്ലോറൈഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറൌണ്ട് ഒരു 95% സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള അയോൺസിന്റെ എണ്ണം കൂടുതലാണ്. അപ്പൊ തുടക്കത്തിൽ തന്നെ നമുക്ക് ആ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആകുമ്പോൾ അതിന്റെ കണ്ടക്ടൻസ് കൂടുതലാണ്. അതാണ് ഇവിടെ നിന്നാണ് അതിന്റെ കണ്ടക്ടൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടത് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ലോ കോൺസെൻട്രേഷനകത്ത് ഹൈ കോൺസെൻട്രേഷനകത്ത് ഇതിന്റെ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ലെവലിൽ വരെ വരും, ഇവിടം വരെ വരും. അതേസമയം നമ്മളൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് എടുക്കണമെങ്കിൽ ഇത് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫാണ്, ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫാണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് ആകുമ്പോഴേക്ക് നമ്മൾ സെയിം കോൺസെൻട്രേഷൻ തന്നെ എടുക്കുമ്പോഴേക്ക് അതിന്റെ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, കണ്ടക്ടൻസ് വളരെ കുറവാണ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 0 ആണെങ്കിൽ മേളിലേക്ക് ഒരു ഇൻക്രീസ് ചെയ്ത് അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടൻസ് ഇനിഷ്യൽ സ്റ്റേറ്റിനകത്ത് കുറവ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടൻസ് ഇനിഷ്യൽ സ്റ്റേറ്റിനകത്ത് കൂടുതലാണ്. ഇനി നമ്മൾ അതിനെ ഡൈലൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നു. ഡൈലൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, സ്ട്രോങ്ങിന്റെ കേസിനകത്ത് വലിയ ചേഞ്ച് ഒന്നുമില്ല, ചെറുതായിട്ട് കണ്ടക്ടൻസ് വലിയ ചേഞ്ച് ഇല്ല. കാരണം കണ്ടക്ടൻസ് ഏകദേശം ഇവിടം വരെയൊക്കെ ഒരേ ലെവലിലാണ് പോകുന്നത്. കണ്ട നമ്മൾ നോക്കുമ്പോഴേക്ക് ഒരേ ലെവലാണ് കണ്ടക്ടൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഡൈലൂഷൻ കൂടി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കൂടി ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഈ എക്സ് ആക്സിസിന്റെ 0 ഒറിജിനിൽ ഒന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം വീക്ക് ഇലക്ട്രോലൈറ്റ് നമ്മൾ നോക്കുമ്പോഴേക്ക് തുടക്കത്തിൽ ഇവിടെ നിന്നായിരുന്നു, ഈ ഒരു ലെവലായിരുന്നു. അടുത്ത ഡൈലൂഷൻ കൂടിയപ്പോൾ ലെവൽ കുറച്ചുകൂടി കൂടി, വീണ്ടും ഡൈലൂഷൻ കൂടിയപ്പോൾ ലെവൽ കൂടി. ദാറ്റ് ഈസ് കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ ഓരോ ലെവൽ കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷെ നോക്കിയേ, നമ്മള് ഡൈലൂഷൻ കൂട്ടുന്നതനുസരിച്ച് കണ്ടക്ടൻസ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പക്ഷെ 0 ഈ വൈ ആക്സിസിനകത്ത് വന്ന് മുട്ടുന്നില്ല. അപ്പൊ 0 ആകൂല. അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് തുടക്കത്തിൽ തന്നെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, നമ്പർ ഓഫ് അയോൺസ് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്ന നമ്പർ ഓഫ് അയോൺസ് കൂടുതലാണ്. ഈ അയോൺസ് ആണ് എന്ത് ഇലക്ട്രോലൈറ്റിന്റെ കേസിനകത്ത് കണ്ടക്ടിവിറ്റിക്ക് കാരണം. അപ്പൊ അയോൺസിന്റെ എണ്ണം കൂടുതലായിട്ട് തുടക്കത്തിൽ തന്നെ സ്ട്രോങ്ങിന് ഹൈ വാല്യൂ ആയിരിക്കും കണ്ടക്ടൻസ്. ദെൻ ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് കണ്ടക്ടൻസ് ചെറുതായിട്ട് കൂടുന്നു. സെയിം വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിനകത്ത് കണ്ടക്ടൻസ് ഇനിഷ്യലി വളരെ കുറവാണ്, പക്ഷെ ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് കണ്ടക്ടൻസ് കൂടി പോകുന്നു. വെരി ഡൈലൂട്ട് ആകുമ്പോഴേക്കും അതൊരു 0-ൽ എത്താണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ സ്ട്രോങ്ങിന്റെ കേസിനകത്ത് നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ 0 കോൺസെൻട്രേഷൻ ഒട്ടുമില്ല. ദാറ്റ് ഈസ് ഇൻഫിനിറ്റ് ഡൈലൂഷനകത്ത് ഒരു വാല്യൂ കിട്ടും. ദാറ്റ് വാല്യൂ ഈസ് കോൾഡ് ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഡൈലൂഷൻ. അതിന്റെ റെപ്രസെന്റ് ചെയ്യണം നോക്കി, ഒരു 0 വെച്ച് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു 0 വെച്ചിട്ടാണ്, അതല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റി എന്നുള്ളൊരു സിമ്പിൾ യൂസ് ചെയ്യുന്നു. അപ്പൊ വെറുതെ ലാംഡ എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി ആണ്. അവിടെ ഒരു 0 മേളിൽ സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റി കണക്കിനാണെങ്കിൽ അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്നാണ്.
അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ. അതേസമയം വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിനകത്താണെങ്കിൽ നമ്മൾ പറഞ്ഞു ആ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിനകത്ത് ആ പോസിബിലിറ്റി ഇല്ല. എന്തുകൊണ്ട് ആ പോസിബിലിറ്റി ഇല്ലെന്ന് പറയാൻ കാരണം, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിനകത്ത് നമ്മൾ നോക്കിയേ, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിനകത്ത് അത് 0 മുട്ടുന്നില്ല. അപ്പൊ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഇൻഫിനിറ്റ് ഡൈലൂഷനകത്ത് നമുക്ക് അതിന്റെ ഇൻഫിനിറ്റ് ഡൈലൂഷൻ അല്ലെങ്കിൽ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ വേറെ ചില ലോസ് ഒക്കെ അപ്ലൈ ചെയ്യും. അങ്ങനെയുള്ളൊരു ലോയാണ് കോളറാഷസ് ലോ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു ലോയാണ് കോളറാഷസ് ലോ. അതും സാധാരണ ചോദിക്കുന്നതാണ്, 2 മാർക്കിന്റെ അല്ല 5 മാർക്കിന്റെ ഒക്കെ ചോദിക്കുന്നതാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി നമുക്കിവിടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് എന്തുകൊണ്ട് കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ 2 ഫാക്ടേഴ്സ് ആണ് അതിനെ പറയുന്നത്. ഒന്ന്, ആൻ ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് അയോൺസ്. 2, ഡിക്രീസ് ഇൻ ദി ഇന്റർ അയോണിക് അട്രാക്ഷൻ. ഒന്ന്, തുടക്കത്തില് നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ കേസ്, സ്ട്രോങ് ഇലക്ട്രോണിന്റെ കേസിന് തുടക്കത്തിൽ തന്നെ ഒരു 90-95% അയോൺസ് ഉണ്ട്. പിന്നെ ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് അയോൺസിന്റെ എണ്ണം വലിയ കാര്യമായിട്ട് കൂടുന്നില്ല, പക്ഷെ എന്നാലും എണ്ണം കൂടുന്നുണ്ട് ഡൈലൂഷൻ വരുന്നതനുസരിച്ച്. പിന്നെ എന്ത് കഴിഞ്ഞു, ഈ ഡൈലൂഷൻ കൂടുമ്പോഴേക്ക് അതിന്റെ ടോട്ടൽ വോളിയം കൂടിക്കൊണ്ടിരിക്കണേണ്, പക്ഷെ നമ്പർ ഓഫ് അയോൺസ് വലിയ കാര്യമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പൊ ഒരു കൂടുതൽ വോളിയത്തിനകത്ത് നമ്മളൊരു ക്ലാസ്സിനകത്ത് 2 കുട്ടികൾ ഒരു ബെഞ്ചിനകത്ത് ഇരുത്തുന്നു, 2 കുട്ടികൾ ഒരു ക്ലാസ് റൂമിനകത്ത് ഇരുത്തുന്നു. അപ്പൊ ബെഞ്ചിനകത്ത് ഇരുത്തുമ്പോൾ ആ കുട്ടിക്ക് എന്താ, ബെഞ്ചിനകത്ത് മാത്രം മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ് റൂമിനകത്ത് ഇരുത്തണമെങ്കിൽ ആ കുട്ടിക്ക് ക്ലാസ് റൂമിനകത്ത് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ക്ലാസ് റൂം എന്ന് പറയുന്നത് ഡൈലൂഷൻ എന്നുള്ളൊരു എഫക്റ്റ് ആണ്. അപ്പൊ ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് ഈ അയോൺസുകൾ കുട്ടികൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറയുന്നു. അതാണ് ഇന്റർ-അയോണിക് ഇന്ററാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നുള്ള കേസ് പറയുന്നത്. ഡിക്രീസ് ഇൻ ഇന്റർ-അയോണിക് അട്രാക്ഷൻ. അപ്പൊ ഇവർ തമ്മിൽ അട്രാക്ഷൻ കുറയുന്നു. അട്രാക്ഷൻ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ മൊബിലിറ്റി കൂടുന്നു. അവർ തമ്മിൽ പരസ്പരം ഓടിക്കളിക്കുകയാണ്, മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നു. ആ മൊബിലിറ്റി കൂടുന്നതനുസരിച്ച് അത് കണ്ടക്ടിവിറ്റി കാണിക്കുന്നു. ഇതാണ് റീസൺ, ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് അയോൺസ്. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിനകത്ത് എന്തുകൊണ്ടാണ് കൂടി തന്നെ കാരണം, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ ഒരു 10 അയോൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഓൺ ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് എന്താവും, നമ്മളിവിടെ എടുത്ത 100 ആദ്യം ഒരു 10 പോയിട്ടുള്ളൂ, ബാക്കി 90 ഉണ്ട്. ആ 90 എന്ത് ചെയ്യുന്ന അയണൈസ് ചെയ്യാൻ നടക്കുന്നു. അപ്പൊ അയോൺസിന്റെ എണ്ണം അടുത്ത ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് 20, 30, 40 എന്നൊക്കെ പറഞ്ഞ് കൂടി വരുന്നു. അപ്പൊ നമ്പർ ഓഫ് അയോൺസ് കൂടി വരുന്നു. ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് അയോൺസും കൂടുന്നുണ്ട്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു, ഇവർ തമ്മിലുള്ള ഇന്റർ-അയോണിക് അട്രാക്ഷൻ കുറയുന്നു. അപ്പൊ അതനുസരിച്ച് അതിന്റെ കണ്ടക്ടിവിറ്റി നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ. അപ്പൊ നമുക്കിതിൽ നിന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഗ്രാഫ് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഗ്രാഫ് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഇൻഫിനിറ്റ് ഡൈലൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ എഫക്റ്റ് പോലെ ഒരു ലീനിയർ പോർഷൻ ആണ്. അപ്പൊ നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതേസമയം ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിനകത്ത് നമ്മൾ ഇക്വലന്റ് കണ്ടക്ടൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോളറേഷസ് ലോ ഉപയോഗിച്ചിട്ടാണ്. അവിടെ നമ്മളൊരു ഫാക്ടർ കൂടി ഇൻവോൾവ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ആൽഫ എന്നുള്ള ടേംസ് എന്ന് പറയുന്നത്. ആൽഫ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ടോട്ടലിനകത്ത് എത്ര ഫ്രാക്ഷൻ ഡിസോസിയേറ്റ് ചെയ്തതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. fraction of the total number of molecules electrolyte that dissociate in a solution to ions. 100 എണ്ണം തന്നിട്ടുണ്ടാവും. ആ 100 എത്ര ഫ്രാക്ഷൻ ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ആൽഫ എന്ന് പറയുന്നത്. ആൽഫ ഇസ് ഈക്വൽ ടു മോളാർ കണ്ടക്ടൻസ് അറ്റ് പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. അപ്പൊ ഇൻഫിനിറ്റ് ഡൈലൂഷൻ നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ കോളറാഷസ് ലോ എന്ന് പറയുന്നത്. ആ കോളറാഷസ് ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഫിനിറ്റ് ഡൈലൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കുന്നത് നമുക്ക് ആൽഫ അറിയണം. അപ്പൊ ആൽഫ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഡ എം ഇൻഫിനിറ്റ് ഡൈലൂഷൻ നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്കിനി കോളറാഷസ് ലോ വരുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ.